ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു പൂത്ത പൈസക്കാരിയായിരുന്നു. എൻ്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നേന്നല്ലേ, നമ്മുടെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായി ഒരു ഇതുണ്ടായിരുന്നല്ലോ, മണി ബാങ്ക്. നമ്മുടെ ബോക്സ് ഇങ്ങനെ നമ്പർ, അതായത് നമ്മളിടുന്ന ക്യാഷ് നമ്മൾ അതിനകത്ത് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ 1 lakh നമുക്ക് സേവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനും അത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിലൊരു ഇടയ്ക്ക്, അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അടിക്കടി വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ വീട്ടുകാർ വണ്ടിക്കൂലി തന്നുവിടും, വെറുതെ കുറച്ച് കൈ പിടിക്കാൻ ഇത്തിരി പൈസ. അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം സേവ് ചെയ്ത്, പിന്നെ ഹസ്ബൻഡ് ഇടയ്ക്ക് ചുമ്മാ പൈസ പോക്കറ്റ് മണിയൊക്കെ തരും, ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതും അങ്ങനെ ഞാൻ ക്യാഷായിട്ട് കൊണ്ടുവന്നിടുമായിരുന്നു. അങ്ങനെ ഒരു 6,000 7,000 ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് ഒരു വിത്തിൻ 1 month തന്നെ. അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു ഈ സാധനത്തിലിടുന്ന പൈസ ഇങ്ങനെ പൂത്തു പോകുന്നതായിട്ട്, ആ ബോക്സിൻ്റെ അകത്ത് പൂപ്പൽ വരുന്നതായിട്ട്. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് ചുമ്മാ നോക്കുമ്പോൾ ഇത് ഫുള്ള് പൂത്തു, നിറച്ച് പൂത്തുപോയി. എന്നിട്ട് പിന്നെ ഞാൻ ആ ക്യാഷ് എടുത്ത് ഷോപ്പിംഗ് ചെയ്തു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു മണി ബാങ്ക് കണ്ടു. അപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ സേവിങ്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണല്ലോ, അതുകൊണ്ട്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഇതിന് അറൗണ്ട് എനിക്ക് തോന്നുന്നു 300-നും 400-നും ഇടയ്ക്കുള്ളൊരു ഫിഗറാണ് ഇതിൻ്റെ റേറ്റ് ആയേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ലോക്കിട്ട് വെക്കുകയും ചെയ്യാം. നമ്മളല്ലാതെ വേറെ ആരും തുറക്കാൻ പാടില്ലല്ലോ. നല്ലതാണ്. താങ്ക് യു.